കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പഴയ IPC 498A അല്ലെങ്കിൽ പുതിയ BNS 85 and 86 ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. വിധി ആദ്യം പറയാം. അതായത് offense section 498A IPC or BNS 85 and 86. The offense of cruelty attracted even to live in relationships, void and voidable marriages എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം 498A എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു ശാരീരിക മാനസികമായ പീഡനം ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്നും ഭാര്യയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ കഴിയുന്ന ഒരു സിറ്റുവേഷനിലും അതുപോലെ വോയിഡ് ആൻഡ് വോയിഡബിൾ ആയിട്ടുള്ള മാരേജിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന അല്ലെങ്കിൽ മെയിൽ പാർട്ട്ണർക്ക് എതിരെയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ 498 കേസ് അല്ലെങ്കിൽ BNS 85 86 ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. കോടതി പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ്? Court has held that the provisions of section 498A IPC cruelty are attracted even in case of a void or voidable marriage or a relationship in the nature of the marriage, such as live-in relationships, provided the ingredients of the offense are otherwise established എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവിങ് റിലേഷൻഷിപ്പിൽ കഴിയുന്നവർക്കോ വോയിഡ് മാരേജ് കഴിഞ്ഞവർക്കോ വോയിഡബിൾ മാരേജ് ആയിട്ടുള്ളവർക്കോ നിങ്ങളുടെ മെയിൽ പാർട്ട്ണറോ അവരുടെ അടുത്ത ബന്ധുക്കളോ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവരെ വിചാരണ ചെയ്യിപ്പിക്കുവാനും ശിക്ഷ മേടിച്ചു കൊടുക്കുവാനുമായിട്ടും സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.